ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൽ ഈ ഒരു ക്യൂബ് മുതൽ നമുക്ക് റെൻഡറിങ് വ്യൂ വരെയുള്ളത് നമുക്ക് നോക്കാം, എ തൊട്ട് സെഡ് വരെ. ഈ വീഡിയോ കണ്ടാൽ മതി, നിങ്ങൾക്ക് ഇതിൽ തുടക്കം മുതൽ കണ്ട് ലാസ്റ്റ് വരെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ ഈ ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ഒരു മോഡലിനെ നിങ്ങൾക്ക് റെൻഡർ ചെയ്യാൻ പറ്റും. ഇതിൽ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുകയാണ് പറഞ്ഞത്. ഇതാണ് ഇൻ്റർഫേസ്. ഇനി നമുക്ക് മോഡലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടെ ടോപ്പിൽ ഓപ്ഷൻ ഉണ്ട്, ഒബ്ജക്റ്റ് മോഡ്, പിന്നെ എഡിറ്റ് മോഡ്. എഡിറ്റ് മോഡിലാണ് നമുക്ക് മോഡലിംഗ്, നമുക്ക് ഇതിൽ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ചെയ്യാം. അപ്പോൾ ഇതിൽ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ ടാബ് ഉപയോഗിച്ചാൽ മതി. ഈ കീബോർഡിൽ ടാബ് ഉപയോഗിച്ച് പറഞ്ഞാൽ നമുക്ക് അത് ട്വിസ്റ്റ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അതാണ് ഇതിൻ്റെ ഷോർട്ട് ഫോം ടാബ്. ടാബ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒബ്ജക്റ്റ് മോഡാക്കാം. ടാബ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൽ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോന്ന് സെലക്ട് ചെയ്യാനൊക്കെ ഇതിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. വെർട്ടെക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കോർണർ ഈ പോയിൻ്റൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. പോയിന്റിലൊക്കെ നമുക്ക് വർക്ക് വരുമ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. പോയിന്റ് വർക്ക്, ഈ കോർണർ, പിന്നെ നമുക്ക് രണ്ടാമത്തെ എഡ്ജ് സെലക്ഷൻ പറഞ്ഞാൽ ഈ ക്യൂബിൻ്റെ എഡ്ജൊക്കെ നമുക്ക് ഈ ക്യൂബിൻ്റെ എന്നല്ല എന്തിൻ്റെ എഡ്ജൊക്കെ സെലക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. പിന്നെ ഈ എഡിറ്റ് മോഡിൽ തന്നെ ഫേസ് ഉപയോഗിച്ചിട്ട് ഓരോ ഫേസ് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൽ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒബ്ജക്റ്റ് മോഡിലാണ് പറഞ്ഞാൽ ഒബ്ജക്റ്റ് മോഡ് സെലക്ട് ചെയ്ത് ഒരു ക്യൂബ് മൊത്തത്തിൽ സെലക്ട് ആയി. പക്ഷേ നമുക്ക് ടാബ് ഉപയോഗിച്ചിട്ട് എഡിറ്റ് മോഡാക്കി പറഞ്ഞാൽ നമുക്ക് ഇതിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഫേസ് മോഡിലാണ് കിടക്കുന്നത്, ഫേസ് സെലക്ട് ചെയ്യാം. വെർട്ടെക്സിലാണ് പറഞ്ഞാൽ എഡ്ജ് സെലക്ഷൻ ആണ്, എഡ്ജ് വെർട്ടെക്സ് ആണ് പറഞ്ഞാൽ വെർട്ടെക്സ്, അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഷോർട്ട് ഫോം ആണ് പറഞ്ഞാൽ നമ്മുടെ ഈ കീബോർഡിൻ്റെ ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെ മേലെയായിട്ട് 1 2 3 ഉണ്ടാവും. അതിൽ 1 അമർത്തി പറഞ്ഞാൽ എഡ്ജ് സെലക്ഷൻ, 2 അമർത്തി കഴിഞ്ഞാൽ മാറും, 2 അമർത്തി കഴിഞ്ഞ് പറഞ്ഞാൽ എഡ്ജ് സെലക്ഷൻ, 3 അമർത്തി കഴിഞ്ഞ് പറഞ്ഞാൽ ഫേസ് സെലക്ഷൻ, 1 വെർട്ടെക്സ് ആണ്, വെർട്ടെക്സ് സെലക്ഷൻ, 1 അമർത്തിയ വെർട്ടെക്സ് സെലക്ട് ആവും. ഓക്കെ, ഇതാണ് എൻ്റെ ഷോർട്ട്. അടുത്തതിൽ എഡിറ്റ് മോഡിൽ നിന്നിട്ട് നമുക്ക് എക്സ്ട്രൂഡ്, ഇവിടെ കീ എന്താണ് ഓരോ ടൂൾ ബാറാണ്. ടൂൾ ബാറിൽ എക്സ്ട്രൂഡിൽ നമുക്ക് ഫേസ് സെലക്ഷൻ ടൂൾ ഇപ്പോൾ 3 അമർത്തിയാൽ മതി. 3 അമർത്തിയിട്ട് ഫേസ് സെലക്ട് ചെയ്യാം. ഫേസ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു യെല്ലോ ലൈൻ ഉണ്ടാവും, അത് ക്ലിക്ക് എടുക്കുന്ന എവിടെയാണ് ഏത് ഭാഗത്തേക്കാണ് മൂവ് ആക്കുന്നത് പറഞ്ഞാൽ ഏത് ടോപ്പ്, ഇപ്പോൾ ഈ ഇവിടെയുള്ള ടോപ്പ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മോഡൽ ചെയ്യാം. ഇപ്പോൾ ഈ ഫേസ് ആണ് പറഞ്ഞാൽ ഈ ഫേസിക്ക് നമുക്ക് സെലക്ട് ആക്കാം. കണ്ടോ, ഇതാണ് ഫേസ് സെലക്ഷൻ ഉപയോഗിച്ചിട്ട് എക്സ്ട്രൂഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ അങ്ങനെ പൊന്തിച്ചിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് പറഞ്ഞാൽ ഈ ഫേസ് സെലക്ട് ചെയ്യാം. ഓക്കെ, ക്യാൻസൽ ആയിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. Ctrl Z ഉപയോഗിച്ചിട്ട് നമുക്ക് അൺഡു ചെയ്യാം. Ctrl Z ഇതിൻ്റെ ഷോർട്ട് ഫോമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, അത് നോക്കി നിങ്ങൾക്ക് എഴുതി വയ്ക്കുക അല്ലെങ്കിൽ പഠിക്കുക ചെയ്യാം. ഇനി ഇൻസെറ്റ് ഫേസ് പറഞ്ഞാൽ നമ്മൾ ഒരു ഫേസിൻ്റെ ഉള്ളിലേക്ക് എക്സ്ട്രൂഡ്, ചെറിയൊരു നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഒരു ബിൽഡിങ്ങിൻ്റെ വിൻഡോ അങ്ങനെയുള്ള ഏതെങ്കിലും നോക്കണമെങ്കിൽ ഇൻസെറ്റ് ഫേസ്, ഈ എക്സ്ട്രൂഡിൻ്റെ ഞാൻ ഒരു ഇത് മറന്നുപോയി. എക്സ്ട്രൂഡിന് നമ്മൾ ഫേസ് സെലക്ട് ചെയ്യാം. ഫേസ് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാം. അല്ലാതെ നമുക്ക് സെലക്ഷൻ ടൂളിലിരിക്കുമ്പോൾ തന്നെ ഇ ആണ് അതിൻ്റെ ഷോർട്ട് ഫോം എക്സ്ട്രൂഡ്. കണ്ടോ, ഈ അമർത്താം, നമുക്ക് എക്സ്ട്രൂഡ് ആക്കാം. ഈ ഫേസിൽ അമർത്തിയാൽ ഫേസ് അമർത്താം. കണ്ടോ, അങ്ങനെ എക്സ്ട്രൂഡ് ചെയ്യാം. വീണ്ടും അമർത്താം, എക്സ്ട്രൂഡ്, അങ്ങനെയും ചെയ്യാം. നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഓരോന്ന് നമുക്ക് അങ്ങനെ ചെയ്തു കൂടാം. Ctrl Z ബാക്ക് പോകാനാണ്. എങ്ങനെ ഇൻസെറ്റ് ഫേസ് പറഞ്ഞത് അതാണ് ഓപ്ഷൻ, എക്സ്ട്രൂഡിൻ്റെ താഴത്തുള്ള ഇൻസെറ്റ് ഫേസ്. അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫേസ് സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ക്ലിക്ക് കൊടുത്ത് നമുക്ക് ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് ഫേസുകൾ എക്സ്ട്രാ കൂടിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഏത് ഫേസിൽ നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം. ലെഫ്റ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഏത് ഫേസിലും ഇതേ ഓപ്ഷൻ നമുക്ക് ഇപ്പോൾ വേറെ രീതിയിലും ചെയ്യാം. അതെങ്ങനെയാണ് പറഞ്ഞാൽ നമ്മൾ ഇത് നമുക്ക് അൺഡു ചെയ്യാം. ഓക്കെ, ലെഫ്റ്റ് ക്ലിക്ക് സെലക്ഷൻ ടൂൾ എടുക്കാം. എന്നിട്ട് ഷിഫ്റ്റ് മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് Shift D, ഒബ്ജക്റ്റ് സെലക്ട് ആയിട്ടുണ്ട്. Shift A അമർത്താം, ക്യൂബ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് G അമർത്തിയിട്ട് എവിടെയെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാം. പുതിയ ഒരു ക്യൂബ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എക്സ്ട്രൂഡ് എടുക്കാം. അമർത്തിയിട്ട് ഓക്കെ, അമർത്താം, എക്സ്ട്രൂഡ് എന്നിട്ട് നമുക്ക്
റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ക്യാൻസൽ ആക്കിയിട്ട് എസ് അമർത്തിയിട്ട് സ്കെയിലാക്കാം. കണ്ടോ? അങ്ങനെ നമുക്ക് എക്സ്ട്രൂഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇൻസൈറ്റിൻ്റെ ഷോർട്ട് ഫോം ഐ ആണ്, സ്കെയിലിൻ്റെ എസ് ആണ്. അങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഷിഫ്റ്റ് കൺട്രോൾ സെഡ് അടിച്ച് നമുക്ക് ക്യാൻസൽ കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണ് ഇൻസൈറ്റിൻ്റെ ഓപ്ഷൻ കഴിഞ്ഞ് പറഞ്ഞാൽ ഞാനെല്ലാം അത് ചെയ്യുന്നുണ്ട് എന്ന ഒരേ. അടുത്ത ഓപ്ഷനാണ് നമുക്ക് ടൂൾ ബാറിൽ തന്നെ ബെവൽ ഓപ്ഷൻ, മൂന്നാമത്തെ ഓപ്ഷനാണ്. അതിന് നമുക്ക് എഡ്ജ് സെലക്ഷൻ ചെയ്യാം. അതിന് ഒരു ഷോർട്ട് ഫോമാണ് 2. നമ്പർ പാഡിലല്ല, കീബോർഡിൽ 2 അമർത്താം. എന്നിട്ട് ബെവൽ അമർത്തിട്ട് എഡ്ജ് ക്ലിക്ക് കൊടുക്കാം. എഡ്ജിൽ നമുക്കൊരു യെല്ലോ ലൈൻ വരും. യെല്ലോ ലൈനിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടോപ്പിക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്ഷൻ വരും. അതിൽ ബെവലിൻ്റെ പ്രോപ്പർട്ടിയിൽ നമുക്ക് വിഡ്ത്ത് കൂട്ടാം. ഇതിൽ തന്നെ നമുക്ക് കൂട്ടാം. അല്ലെങ്കിൽ സെഗ്മെൻറ്റ്, നമുക്ക് റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ സെഗ്മെൻറ്റ് കൂട്ടി കൊടുക്കാം. ഷേപ്പ് ഉള്ളിലേക്ക് വേണമെങ്കിൽ ടോപ്പിലേക്ക് വേണമെങ്കിൽ, അങ്ങനെ നമുക്ക് ഏത് രീതിയിലും വേണമെങ്കിൽ ഇതിൻ്റെ ഇൻഡെക്സ് ഒക്കെ മാറ്റി കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വെർട്ടെക്സ് പറഞ്ഞാൽ ഏതെങ്കിലും നമ്മുടെ ഈ വണ്ണത്തെ ഓപ്ഷൻ വെർട്ടെക്സ് കോർണറിൽ ബെവൽ ആയിക്കോളും. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടും കുറയ്ക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് ബെവൽ ഓപ്ഷൻ. നമുക്ക് ഓരോ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. കൺട്രോൾ സെറ്റ് വെച്ച് അൺഡു ചെയ്യേണ്ടത് ബെവൽ ടൂളിൻ്റെ ഷോർട്ട് ഫോമാണ് പറഞ്ഞാൽ നമ്മൾ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് വെർട്ടെക്സ് എഡ്ജ് സെലക്ട് ചെയ്യാം. എഡ്ജ് സെലക്ട് ചെയ്തിട്ട് Ctrl B അമർത്തിയാൽ ബെവലിൻ്റെ ഓപ്ഷൻ വരും. ഇതിൽ നമുക്ക് ഇങ്ങനെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് പറഞ്ഞാൽ അതിൽ ഓപ്പറേറ്റിംഗ് പാനൽ വരും ബെവലിൻ്റെ. അതിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കാം, എഡ്ജ് മാറ്റാം. അങ്ങനെ നമുക്ക് പല രീതിയിൽ ചേഞ്ച് ചെയ്യാം. വെർട്ടെക്സിലേക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്കിതിൽ ചേഞ്ച് ചെയ്യാം. ഇതിൽ നമുക്ക് ഓരോ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തൊരു ടൂളാണ് ലൂപ്പ് കട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ട്യൂബിൻ്റെ സെൻറ്ററിൽ എവിടെയെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം. പല രീതിയിൽ കട്ട് ചെയ്യാം. ഇതിന് നമുക്ക് ഉദാഹരണത്തിന് ഒരു ബിൽഡിംഗ് ഒക്കെ നമ്മൾ മോഡലിംഗ് ചെയ്യുമ്പോൾ അതിൽ ഓരോ കട്ട് കൊടുത്തിട്ട് നമ്മൾ ഓരോ സെക്ഷനാക്കിയിട്ട് മാറ്റാം. അതൊക്കെ ചെറുതായി ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറയുന്നതുള്ളൂ. അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ക്യൂബിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ തന്നെ അതിൻ്റെ എവിടെയൊക്കെ കട്ട് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കും. നമ്മളിവിടെ ലെഫ്റ്റ് ക്ലിക്ക് കൊടുത്ത് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പാനൽ ഉണ്ടാവും. അതിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. നമ്പർ ഓഫ് കട്ട് പല രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാം. ഫാക്ടേഴ്സ്, ഏത് ഡിസ്റ്റൻസ്, ടോപ്പിന്നത്ര സ്മൂത്ത്നെസ് നമുക്ക് അങ്ങനെ മാറ്റുകയും ചെയ്യാം. നമുക്ക് ഏത് രീതിയിൽ വേണം നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് അതിന് മാറ്റാം. ഇതാണ് ലൂപ്പ് കട്ടിൻ്റെ കൺട്രോൾ സെറ്റ് നിർത്തിയിട്ട് നോർമലാക്കിയിട്ട് ലൂപ്പ് കട്ടിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് കൺട്രോൾ ആറാണ്. എന്നിട്ട് നമുക്ക് ലൂപ്പ് കട്ട് നോക്കുമ്പോൾ അവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പാനൽ വരും. അവിടെ നമുക്ക് നമ്പർ ഓഫ് കട്ട് എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തൊരു ഓപ്ഷനാണ് നമ്മളിപ്പോൾ കറൻ്റ്ലി ഇരിക്കുന്നത് ഒബ്ജക്റ്റ് മോഡിൽ നമ്മൾ എഡിറ്റ് മോഡിൽ ഇരിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഭാഗം സെലക്ട് ചെയ്യുമ്പോൾ സെലക്ഷൻ കിട്ടില്ല. ആണോ, ഈ 3 ഭാഗം മാത്രം സെലക്ട് ആയിട്ടുള്ളൂ. ബാക്ക് സൈഡ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് എല്ലാം അങ്ങനെ സെലക്ട് ചെയ്യണം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സ്റേ മോഡല്ല വയർ ഫ്രെയിം മോഡിൽ പറയുമ്പോൾ നമുക്ക് ഇതിലെല്ലാ ബാക്ക് സൈഡും എല്ലാത്തിൻ്റെയും നമുക്ക് ലൈൻ കാണുമ്പോൾ നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാം ഒരുമിച്ച് സെലക്ട് ചെയ്യാം. അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഷോർട്ടായിട്ട് നമുക്ക് എടുക്കണമെങ്കിൽ ഷിഫ്റ്റ് സെഡ് അമർത്തിയാൽ നമുക്ക് ട്വിസ്റ്റ് ചെയ്യാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റാം. വയർ ഫ്രെയിമിക്കോ സോൾഡ് മോഡിലേക്ക് നമുക്ക് മാറ്റാം. ഓക്കെ, ഇതാണ് ഷിഫ്റ്റ് സെഡ് ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. അല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് ഇത് രണ്ടും ഒരേപോലെ വേണമെങ്കിൽ നമുക്ക് എക്സ്റേ മോഡ് എടുത്ത് പറഞ്ഞാൽ ഇതിൻ്റെ എന്തോ ഉപയോഗം പറഞ്ഞാൽ നമുക്ക് ആ ലൈനും കാണും, നമുക്ക് ആ സോൾഡ് മോഡലിനെ പോലെ തന്നെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നമുക്ക് എക്സ്റേ മോഡ് ടിക്ക് കൊടുത്ത് പറഞ്ഞാൽ നമുക്ക് എക്സ്റേ കാണിക്കും. നമുക്ക് അതിൽ നമുക്ക് ഒപ്പാസിറ്റി കൂട്ടാം, കുറയ്ക്കാം. നമുക്ക് വയർ ഫ്രെയിം മോഡ് പോലെ തന്നെ ആക്കാം, അല്ലെങ്കിൽ നമുക്ക് സോൾഡ് ഒബ്ജക്റ്റിനെ പോലെയും ആക്കാം. അവ രണ്ടും നമുക്ക് ഇതിൽ ഉപയോഗപ്പെടും. ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ എല്ലാം സെലക്ട് ആവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷോർട്ട് ഫോം ആൾട്ട് സെഡ് ആണ്. നമുക്ക് അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം. ആൾട്ട് സെഡ് അമർത്തി പറഞ്ഞാൽ ഒബ്ജക്റ്റ് മോഡലും ആൾട്ട് സെഡ് അമർത്തി പറഞ്ഞാൽ എക്സ്റേ വ്യൂവും അങ്ങനെ നമുക്ക് മാറ്റാം. ഇതിൽ നമ്മൾ ഈ ഒരു ക്യൂബിന് മെറ്റീരിയൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഡിറ്റ് മോഡിൽ നിന്ന് ഒബ്ജക്റ്റ് മോഡിലേക്ക് മാറണം. അതിന് നമ്മൾ ടാബ് അടിക്കണം. ടാബ് അടിച്ച് പറഞ്ഞാൽ ഒബ്ജക്റ്റ് മോഡിലേക്ക് ആകും. എന്നിട്ട് ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. മൊത്തത്തിൽ സെലക്ട് ആയിട്ട് ഈ
പ്രോപ്പർട്ടി പാനലിൽ ഏറ്റവും ലാസ്റ്റ് രണ്ടാമത്തെ സർക്കിൾ മെറ്റീരിയൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പം നമുക്കൊരു കളർ സെലക്ട് ചെയ്യാം. ന്യൂ മെറ്റീരിയൽ ആയിരിക്കും വരും. എൻ്റെ കയ്യിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ന്യൂ മെറ്റീരിയൽ എടുക്കാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു കളർ ഞാനിപ്പോൾ ഗ്രീൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഗ്രീൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കാണില്ല. കാണാത്തതിൻ്റെ കാരണം നമ്മളിപ്പോൾ ഷെയ്ഡിങ് വ്യൂവിലാണ്. ഈ വ്യൂ നമ്മൾ മെറ്റീരിയൽ പ്രിവ്യൂ അല്ലെങ്കിൽ റെൻഡറിങ് വ്യൂവിൽ എടുക്കണം. ആദ്യം നമുക്ക് മെറ്റീരിയൽ പ്രിവ്യൂ നോക്കാം. മെറ്റീരിയൽ പ്രിവ്യൂവിൽ നമ്മൾ ആ ഗ്രീൻ കളർ ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് കാണാം. ഇതിൽ നമുക്ക് കുറച്ച് ഈ മെറ്റീരിയലിൽ കുറച്ച് വേണമെങ്കിൽ സെറ്റിങ്സ്, ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സ്, സബ്സ്ട്രാക്ക്, മെറ്റാലിക് നമുക്ക് വേണമെങ്കിൽ മെറ്റാലിക് കൂട്ടാം. മെറ്റാലിക് ഇന്ത്യയാണ് പറഞ്ഞാൽ അത് നോക്കാം. മെറ്റാലിക് നമുക്ക് എല്ലാം, അല്ലെങ്കിൽ നമ്മൾ റഫ്നെസ് എല്ലാം നമുക്ക് ബേസിക് ആയിട്ട് നോക്കിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഓരോന്ന് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാം. റഫ്നെസ് കുറയ്ക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രിവ്യൂവിൻ്റെ ഷെയ്ഡിങ് കൂടും, നമുക്ക് റിഫ്ലക്റ്റും കൂടും. അങ്ങനെ ഞാൻ ഏകദേശം ഉള്ളത് കുറച്ചിട്ടുണ്ട്. ഇതിൽ ഇനി ഇതിൻ്റെ മെയിനായിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫേസ് നമുക്ക് വേറെ ഏതെങ്കിലും മെറ്റാലിക്ക് കൊടുക്കണം. അതിന് നമ്മൾ ടാബ് ഉപയോഗിച്ചിട്ട് എഡിറ്റ് മോഡിലേക്ക് മാറാം. എന്നിട്ട് ഫേസ് സെലക്ഷൻ എടുക്കാം. ഫേസ് സെലക്ഷൻ എടുക്കാൻ 3 അമർത്താം. 3 അമർത്തിയിട്ട് ഏതെങ്കിലും ഒരു ഫേസ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മെറ്റീരിയൽ ന്യൂ മെറ്റീരിയൽ പ്ലസ് അമർത്താം. എന്നിട്ട് അസൈൻ കൊടുക്കാം. അസൈൻ എന്ന ഓപ്ഷൻ. എന്നിട്ട് ന്യൂ മെറ്റീരിയൽ നമ്മൾ ഏതെങ്കിലും ഒരു കളറ്, ഇപ്പോൾ റെഡ് അല്ലെങ്കിൽ നീല, ബ്ലൂ സെലക്ട് ചെയ്തിട്ട് അതേപോലെ റഫ്നെസ് ഒക്കെ കുറച്ച് വിടാം. ഓക്കെ. നമുക്ക് ഈ ബാക്കിയുള്ളതൊക്കെ ഒരു ഒബ്ജക്റ്റും ഇതിൻ്റെ ഒരു വേറെ ഒബ്ജക്റ്റും. ഇതിപ്പോൾ ബേസിക് കളറായിട്ടുള്ളതാണ്. നമുക്ക് ഒറിജിനൽ ഇതുപോലെ നമുക്ക് കൊടുക്കാം. അതിനൊക്കെ കുറച്ച് സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് വേറെ ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് ലൈറ്റിംഗ് നോക്കാം. ലൈറ്റിങ്ങിൻ്റെ ഓപ്ഷൻ നമുക്ക് റെൻഡറിങ് വ്യൂവിൽ പോകാം. റെൻഡറിങ് വ്യൂവിൽ ആദ്യം നമുക്ക് മെറ്റീരിയൽ പ്രിവ്യൂ എടുത്ത് റെൻഡറിങ് വ്യൂവിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഈ സർക്കിൾ നമുക്ക് ഓരോ HDR ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് അത് കാണാൻ പറ്റും. അത് ക്ലിക്ക് കൊടുത്ത് നമുക്ക് ഏതാ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് സ്ട്രെങ്ത് കൂട്ടി കൊടുക്കാം. എന്നിട്ട് വേൾഡ് ഒപ്പാസിറ്റി ഒന്ന് കൂട്ടി കൊടുക്കാം. വേൾഡ് ഒപ്പാസിറ്റി നമുക്ക് റിയൽ ലൈഫിൽ എങ്ങനെ ഇത് വെറുതെ ഒരു കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒറിജിനൽ. നമ്മളിപ്പോൾ ഒരു വലിയൊരു കാറോ എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് വെച്ചിട്ട് നമുക്ക് പ്രിവ്യൂ നോക്കാം. അപ്പോൾ അതിനാണ് ഇതിൽ നമുക്ക് ബ്ലർ കൂട്ടിയും കുറച്ചൊക്കെ നോക്കാം. അതിന് പറ്റും. അതിൽ നമുക്ക് ലൈറ്റിംഗ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് നോർമലായിട്ട് ലൈറ്റിംഗ് ഒക്കെ സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഷിഫ്റ്റ് അമർത്തിയിട്ട് ആഡ് മെറ്റീരിയൽ മെഷ് പ്ലെയിൻ ആഡ് ചെയ്യാം. പ്ലെയിൻ ആഡ് ചെയ്തിട്ട് S ഉപയോഗിച്ചിട്ട് സ്കെയിൽ ചെയ്യാം. കണ്ടോ, നമുക്ക് ഇപ്പം തന്നെ ഒരു ലൈറ്റിങ്ങിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. എന്നിട്ട് ജി അമർത്തിയിട്ട് ഡൗൺ ചെയ്യാം. കണ്ടോ, കുറച്ച് G അമർത്തിയിട്ട് ഒന്നും കൂടി നമുക്ക് S അമർത്തിയിട്ട് സ്കെയിൽ ചെയ്ത് നോക്കാം. ഇതൊരു വലുതായിക്കോട്ടെ. ഇനി നമുക്ക് മെയിനായിട്ട് നമ്മുടെ ലൈറ്റിംഗ് ഓപ്ഷൻ, ലൈറ്റ് നമുക്ക് ആൾറെഡി ഡിഫോൾട്ടായിട്ട് ഒരു ലൈറ്റ് തന്നിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓപ്ഷൻ ഇതോടെ വരുമായിരിക്കും. അപ്പോൾ അതല്ലാണ്ട് നമുക്കൊരു ലൈറ്റ് എക്സ്ട്രാ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ആഡ് അമർത്തിയിട്ട് അതിൽ ലൈറ്റ് എന്ന ഓപ്ഷൻ പല ലൈറ്റും ഉണ്ട്. ഇപ്പോൾ ഈ നമുക്ക് ഡിഫോൾട്ടായിട്ടുള്ള ഈ ലൈറ്റിനെ നമുക്ക് ഒന്ന് മൂവ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് കുറച്ച് നേരെ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ആഡ് ചെയ്യുന്നത് നമുക്ക് ഇതിൻ്റെ ഈ പല ഓപ്ഷൻ ഉണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാം. ലൈറ്റ് ഉണ്ട്, പോയിന്റ് ലൈറ്റ് ഉണ്ട്, സൺ ലൈറ്റ് ഉണ്ട്, സ്പോട്ട് ലൈറ്റ് ഉണ്ട്, അങ്ങനെയുണ്ട് പല. ഇപ്പോൾ ഈ ലൈറ്റിനെ നമുക്ക് പല രീതിയിൽ മാറ്റുകയും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേറെ ഓരോന്നായിട്ട് ആഡും ചെയ്യാം. ഇപ്പോൾ സ്പോട്ട് ലൈറ്റ് പറഞ്ഞാൽ ആ ഒരു സ്പോട്ടിക്ക് മാത്രം ഇപ്പോൾ ജി അമർത്തിയിട്ട് മൂവ് ആക്കാം. ഇപ്പോൾ അതിൽ കുറച്ച് ആരോ ഉണ്ട്, നമുക്കത് കൂട്ടിയും കുറച്ചും കൊടുക്കാം. അല്ലെങ്കിൽ ഈ യെല്ലോ ലൈനിൽ കൊടുത്ത് പറഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷൻ മാറ്റാം. അല്ലെങ്കിൽ നമുക്ക് ഏരിയ ലൈറ്റ് പറഞ്ഞാൽ കുറച്ച് വൈഡായിട്ട് നമ്മുടെ ഏരിയ കവർ ചെയ്യുന്ന രീതിയിലാക്കാം. അല്ലെങ്കിൽ നമുക്ക് സൺലൈറ്റ് പറഞ്ഞാൽ ബ്രൈറ്റായിട്ട് നമ്മുടെ കണ്ണൊക്കെ പോകും. അപ്പോൾ അതിനാദ്യം നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത് കുറച്ച് കൊടുക്കണം. സ്ട്രെങ്ത് കുറച്ചിട്ട് ഞാനൊരു 3 ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് എല്ലാവിടെയും ഒരേപോലെ ലൈറ്റ് കിട്ടും. അത് നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ മാത്രം മാറ്റി കൊടുത്താൽ മതി. കുറച്ചൊന്ന് കൂട്ടാം. കണ്ടോ, അപ്പോൾ ഇതാണ് നമുക്ക് സൺ തന്നെ മതി. ഇതാണ് ലൈറ്റിങ്ങിൻ്റെ. ഇതിൽ നമുക്ക് വേറെയുള്ള ക്ലാസ്സിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇതാണ് ലൈറ്റിംഗ്. ഇനി നമുക്ക് ക്യാമറേൻ്റെ കുറച്ച് ഓപ്ഷൻസ് നോക്കാം. ക്യാമറേൻ്റെ ഓപ്ഷൻസിൽ നമുക്ക് ഓൾറെഡി ഡിഫോൾട്ടായിട്ടൊരു ക്യാമറ ഉണ്ട്. അതല്ലാണ്ട് നമുക്കൊന്ന് ആഡ് ചെയ്യണമെന്ന് ഷിഫ്റ്റ് അമർത്താം. ആഡ് അമർത്തിയിട്ട് അതിൽ ക്യാമറ ഓപ്ഷൻ ഉണ്ട്.
നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം. അത് നമ്മുടെ സെൻറ്റർ പോയിന്റിൽ വരിക. നമുക്ക് തൽക്കാലം വേണ്ട, നമുക്ക് ഡിഫോൾട്ടായിട്ടുള്ളതിന് മതി. ഇപ്പോൾ ക്യാമറ വ്യൂ ആണ്, ക്യാമറൻ്റെ വ്യൂ അവിടെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. പക്ഷേ നമ്മളിതിൽ ഒന്ന് പാൻ ചെയ്യുകയോ സൂം ചെയ്യുകയോ എന്തെങ്കിലും ചെയ്ത് പറഞ്ഞത് ആ വ്യൂ പോകും. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് റെൻഡറിങ് ചെയ്യണത് ആ ക്യാമറ വ്യൂ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ അമർത്താം. അമർത്തിയിട്ട് വ്യൂവിൽ പോവാം. വ്യൂവിൽ ലോക്ക് സ്ക്രീനിൽ ക്യാമറ വ്യൂ ലോക്കാക്കാം. ഓക്കെ, ഇനി അമർത്തിയിട്ട് ക്യാൻസൽ അടിക്കാം. ഇനി ക്യാമറ വ്യൂ അമർത്തുമ്പോൾ അത് പോവില്ല. നമ്മൾ സൂമാക്കി എങ്ങനെ വേണമെങ്കിൽ കട്ടാക്കിയിട്ട് ആ ക്യാമറ അനുസരിച്ചിട്ട് മാറ്റാം. ഇതാണ് നമ്മുടെ ക്യാമറ വ്യൂ. ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ലാസ്റ്റത്തെ ഓപ്ഷനായിട്ടുള്ള റെൻഡറിങ്ങിന് വേണ്ടിയിട്ട് റെൻഡർ പ്രോപ്പർട്ടി എടുക്കാം. റെൻഡർ പ്രോപ്പർട്ടിയിൽ നമുക്ക് കുറച്ച് സെറ്റിങ്സ് മാറ്റി കൊടുക്കാം. ഇതിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് അതിൽ 1280 പിക്സൽ മാറ്റി കൊടുക്കാം. 720p. ഓക്കെ, അങ്ങനെ നമുക്ക് മാറ്റിയിട്ട് റെൻഡർ പ്രോപ്പർട്ടിയിൽ പോകാം. റെൻഡർ പ്രോപ്പർട്ടിയിൽ നമുക്ക് റെൻഡർ എഞ്ചിൻ മാറ്റാം. സൈക്കിൾ എന്ന് മാറ്റി പറയുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് ടൈം എടുക്കും റെൻഡറിങ് ആയ. അതിനുശേഷം നമ്മൾ നേരെ മെനു ബാറിൽ റെൻഡർ ഇങ്ങനെയാണ് ഒരു ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ഒരു ഒബ്ജക്റ്റിനെ ഫൈൻ എടുക്കാം. ഇതിനിപ്പോൾ ബേസിക് ആയിട്ട് പറഞ്ഞത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇതിൽ നമുക്ക് ഇമേജ് സേവ് ഇമേജ് ഓപ്പൺ യൂസ്. നിങ്ങൾക്കിത് എങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല. ഇതാണ് റെൻഡർ ഫയല്. നമുക്ക് ഏകദേശം ഇങ്ങനെയൊക്കെയാണ് എല്ലാ വർക്കും ചെയ്യുക. ഇനി നമ്മൾ ഇമേജിൽ പോവാം, സേവ് ആസ് ചെയ്യാം. നമുക്കൊരു പേര് കൊടുത്തിട്ട് PNG ഫയലായിട്ട് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പേര് കൊടുക്കാം, സേവ് ചെയ്യാം, സേവ് ആസ്. ഓക്കെ, റെൻഡർ ഫയൽ സേവ് ആയിട്ടുണ്ട്. ഇനി ഈ ക്യാമറ വ്യൂ മാറ്റിയിട്ട് ഒബ്ജക്റ്റ് സോളിഡ് വ്യൂവിൽ പോവാം. ഇത് നമുക്ക് ഇനി വേറെ എന്തെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സേവ് ആസ് കൊടുക്കാം. അതിന് നമുക്കൊരു പേര് കൊടുക്കാം. പേര് കൊടുത്തു സേവ് കൊടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ മെയിനായിട്ടുള്ള എല്ലാ വർക്കും ഞാൻ ഒരു വീഡിയോയിൽ എല്ലാം ചുരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മോഡലിംഗ്, ഓരോ ബിൽഡിംഗ് നമുക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അറിയാത്തവരുണ്ടെങ്കിൽ അതിൽ നോക്കാം, എനിക്കും പഠിക്കാം.